ഈ വീഡിയോ ആരെയും കരിവാരി തേക്കാനോ വെള്ളം പൂശാനോ വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ദയവായി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് നാദൂസ്. ഇറ്റ്സ് മീ നാദു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഥയിൽ അല്പം കാര്യം. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ കാർ എടുത്ത സമയമാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പോണത്. വണ്ടിയിലാണെങ്കിൽ എൻ്റെ ഫുൾ ഫാമിലി ഉണ്ട്. എൻ്റെ ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, എൻ്റെ പെങ്ങളുടെ മകനുണ്ട്, ഈ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ തൃപ്രയാർ പെരിങ്ങോട്ടുകര എന്നിട്ട് സ്ഥലമുണ്ട്. ഈ പെരിങ്ങോട്ടുകര ചാത്തൻ്റെ അമ്പലം ഫേമസ് ആണ്. നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഈ അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി പെട്ടെന്ന് ഓഫായപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി. ഓഫായപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. വണ്ടിയാണെങ്കിൽ പുതിയ വണ്ടിയല്ല, യൂസ്ഡ് വണ്ടിയാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഡീസൽ തീർന്നിട്ടാണോ അറിയില്ല. നമുക്ക് ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. തൃപ്രയാർ എത്തുമ്പോൾ ഡീസൽ അടിക്കാന്നുള്ള മൈൻഡിലാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഡീസലിൻ്റെ ആണെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. പക്ഷേ ഇനി അത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? കാര്യം പുതിയ വണ്ടിയല്ല, യൂസ്ഡ് വണ്ടിയാണ്. അപ്പം ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല. അന്നാണെങ്കിൽ ഒരു മുടക്ക് ദിവസമാണ്. റോട്ടിലാണെങ്കിൽ ആരുമില്ല. രാവിലെ 8 മണി നേരമാണ്. അധികം വണ്ടികളൊന്നും പോകുന്നുമില്ല രാവിലെ തന്നെ ആയതുകൊണ്ട്. മുമ്പ് ആവശ്യത്തിനെടുത്ത ഒരു ക്യാന് വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ ക്യാനെടുത്ത് പെട്രോൾ പമ്പിലേക്ക് നടന്നു. ഞാൻ കാര്യം കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ വണ്ടികളൊന്നും ഇല്ല. ഉള്ള വണ്ടിയാണെങ്കിൽ കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. നടന്നു പോയിട്ട് അവിടെ പോയി ഡീസൽ മേടിച്ചു. ക്യാനിൽ ഡീസൽ മേടിച്ച് അവിടെ നിന്ന് നേരെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഒരു ബൈക്കാരനെ പോകണ്ടപ്പോൾ ഞാൻ കൈ കാണിച്ച് നിർത്തിച്ച് ആ ബൈക്കാരൻ്റെ കൂടെ തിരിച്ച് കാറിൻ്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ ഞാൻ ഡീസൽ ഒഴിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഡീസലിൻ്റെ പ്രശ്നമില്ല, എന്താ പ്രശ്നമെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. വണ്ടി ഓടിക്കുന്നല്ലാതെ ഈ മെക്കാനിക് സൈഡൊന്നും അങ്ങനെ വലിയ വശമില്ല. അപ്പോൾ ശരിക്കും ടെൻഷനായി പോയി. ഒറ്റയ്ക്കാണെന്നെ കുഴപ്പമില്ല, ഇത് ഫാമിലി ഉള്ളതാണല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ കുറച്ച് നേരം പകച്ച് നിന്ന് ഞാനിങ്ങനെ 1-2 പേരെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങളെ തൊട്ട് സൈഡിലായിട്ട് ഒരു കാർ കൊണ്ട് നിർത്തി. ഒരു വൈറ്റ് യോൺ കാറാണ്. അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റും വൈറ്റുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ പറ്റിയെന്ന് അറിയില്ല ചേട്ടാ, വണ്ടി പെട്ടെന്ന് റണ്ണിങ്ങിൽ ഓഫായി. അപ്പോൾ അദ്ദേഹനോട് ചോദിച്ചു പെട്രോൾ തീർന്നിട്ടാണോ? അപ്പം ഞാൻ പറഞ്ഞു ഡീസൽ തീർന്നിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പൊഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വണ്ടിയുടെ ഉള്ളിൽ കയറി ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ 1-2 കേരളൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തുനിന്ന് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നിലയ്ക്ക് നടക്കുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോനെന്തോരം ഡീസൽ അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഡീസലിൻ്റെ ക്യാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിലാണ് അടിച്ചതെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അതൊരു 2 ലിറ്ററിൻ്റെ ക്യാനാണ്. ആ ക്യാൻ നോക്കിയിട്ട് അദ്ദേഹം അടുത്ത് മോനെ വണ്ടിയിൽ ഡീസൽ തീരുമ്പോൾ 2 ലിറ്റർ അടിച്ചിട്ടൊന്നും കാര്യമില്ല, മിനിമം ഒരു 4-5 ലിറ്ററെങ്കിലും അടിക്കണം, എന്നാലേ വണ്ടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. കാര്യം നമ്മൾ വണ്ടി ഓടിക്കുന്നല്ലാതെ നമ്മൾ സാധാരണ ബൈക്ക് ഓടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കാറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില തപ്പിപിടുത്തങ്ങൾ. ബൈക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണത് അറിയാലോ, 1 ലിറ്റർ 1.5 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ അടിക്കുക. ഞാൻ ആ ഒരു മൈൻഡിലാണ് 2 ലിറ്ററിൻ്റെ ഡീസൽ അടിക്കുന്നത്. കാര്യം എൻ്റെ കയ്യിലുള്ള ക്യാനും അതായിരുന്നു. അതും ഒരു കാരണമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമുക്ക് ഡീസൽ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലോട്ട് കയറ്റി. അങ്ങനെ വണ്ടി കയറി അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോനെന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എറണാകുളത്താണ്, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിങ്ങനെ ഉമ്മ വൈഫ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ മുത്തുമാനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോഴും എൻ്റെ മൈൻഡിലുണ്ട് എപ്പോഴയോ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. കാര്യം നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കടന്നു പോകണം എന്നാണ് എൻ്റെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി അവിടെ ഒരു ചെറിയൊരു ക്യാനും പാത്രങ്ങളൊക്കെ കിട്ടുന്ന കട ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അദ്ദേഹം വണ്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇവിടെ ക്യാൻ കിട്ടും, ഒരു 5 ലിറ്ററിൻ്റെ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് പൈസ എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എൻ്റെ പൈസ ഉണ്ട്, ഞാൻ മേടിച്ചോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി അവിടെ പോയി ഒരു ക്യാൻ മേടിച്ച് പുറത്തോട്ട് വന്നു. അങ്ങനെ നേരെ അവിടുന്ന് പെട്രോൾ പമ്പിലേക്ക് എന്നെ കുട്ടി കൊണ്ടുപോയി. അവിടുന്ന് 5 ലിറ്ററിൻ്റെ ഡീസൽ അടിച്ച് തിരിച്ച് ഞങ്ങൾ എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് എത്തി. ഡീസൽ ഒഴിച്ചതിന് ശേഷം അദ്ദേഹം വണ്ടി ഒന്ന് കുലിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വണ്ടി ഇങ്ങനെ കുലിക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കണ്ടപ്പോൾ അദ്ദേഹം പോകാൻ വേണ്ടി നിൽക്കണം. ശരി മോനെ ഞാൻ പോട്ടെട്ടാന്നും പറഞ്ഞിട്ട് തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ നിൽക്കണം. അപ്പം ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് സഹായിച്ചത്, കാരണം ഫാമിലി ആയിട്ട് നിൽക്കണം, ഞങ്ങൾ പെട്ടുപോയി നിൽക്കുന്ന നേരത്താണ് ചേട്ടൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത്, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ മനസ്സിലുള്ള ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ ചേട്ടാ ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത്, ചേട്ടനെ നല്ല കണ്ടുപരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വൈകി അദ്ദേഹം ചിരിച്ചിട്ട് ഞാൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് സിനിമയല്ലേ ചേട്ടാ? ആട് സിനിമ കണ്ടിട്ടുണ്ടോ? അന്ന് ആടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. ആട് സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്.
അതിലെ കൈപ്പുഴ കുഞ്ഞപ്പന ഓർമ്മ. ആ നേരത്ത് പെട്ടെന്ന് ഞാൻ തന്നെ വണ്ടറായി പോയി. അപ്പോഴാണ് കത്തണത് എനിക്ക്. ചേട്ടാ മനസ്സിലായില്ല കേട്ടാ, എനിക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ പേരറിയില്ല ഇതാണെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഈ പേര് പറയാൻ പോണത് നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും, ചിലവർക്ക് മാത്രമേ അറിയുള്ളായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര്, എൻ്റെ പേര് വിനീത് തട്ടിൽ ഡേവിഡ്. അങ്ങനെ ഒരുപാട് താങ്ക്സും പറഞ്ഞു, കാണാമെന്നും പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഫേസ്ബുക്കൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഇൻസ്റ്റ ഒന്നും അങ്ങനെ അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഐഡിയ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ റിക്വസ്റ്റ് അയച്ചു, ആക്സെപ്റ്റ് ചെയ്തു. എന്നും അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ആ ഒരു നല്ലൊരു ഓർമ്മയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിങ്ങനെ പലർക്കും ഉണ്ടാവും ഇതുപോലത്തെ ഓരോ സിറ്റുവേഷനിൽ. പക്ഷെ അവിചാരിതമായിട്ടാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി അവരുടെ ഒരു സമയം മാറ്റി വെച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല. ആ ഒരു സിറ്റുവേഷനെ ഇന്നും കടപ്പാട് കൂടെ ഓർക്കുകയാണ്. സോ വിനീതേട്ടാ, താങ്ക് യു സോ മച്ച്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ഇറ്റ്സ് മീ നാദു. ബി പോസിറ്റീവ്, കീപ് സ്മൈലിംഗ്. Audio Jungle.